സഹോദരി സഹോദരന്മാരെ, ഡിവൈഎഫ്ഐ സെക്കുലർ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിൻ്റെ കാരണമെന്താണ് എന്ന് ഇവിടെ സംസാരിച്ച അഡ്വക്കേറ്റ് ആർ രാഹുൽ ഇവിടെ വിശദമാക്കുകയുണ്ടായി. തീവ്രവാദികളുടെ കൊലക്കത്തിക്ക് മതനിരപേക്ഷതയാണ് മറുപടി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ മതനിരപേക്ഷ മാർച്ച് ഇവിടെ നടന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായ ദുഃഖകരമായ സംഭവം നമ്മുടെ നാടിനെ ആകെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സംഭവമാണ്. SDPIയുടെ ഒരു നേതാവിനെ RSSകാർ കൊലപ്പെടുത്തി. RSSന്റെ ഒരു നേതാവിനെ 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി SDPIക്കാർ കൊലപ്പെടുത്തി. ഈ രണ്ട് സംഭവങ്ങളും ആസൂത്രിതമായ സംഭവങ്ങൾ. ആലപ്പുഴ ഒരു കലാപഭൂമിയാക്കി മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ സംഭവങ്ങളാണിത്. മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ കലാപമായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. ശക്തമായ ഇടപെടൽ പോലീസ് സ്വീകരിച്ചതുകൊണ്ടാണ്, ഗവൺമെന്റിന്റെ ഇടപെടലാണ് ആലപ്പുഴയിൽ ഒരു വർഗീയ കലാപം ഒഴിവാക്കപ്പെട്ടത്. ഗവൺമെന്റ് സ്തംഭിച്ചു നിന്നിരുന്നുവെങ്കിൽ മുമ്പ് UDF ഭരണകാലത്ത് ആലപ്പുഴയിൽ ഉണ്ടായ 83 കാലത്തുണ്ടായ മറ്റൊരു സംഭവം ഇവിടെ നടക്കുമായിരുന്നു. അതിന് സാധിക്കാതെ പോയത് സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ്. കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. ശക്തമായ മതേതരത്വ ബോധം നിലനിൽക്കുന്ന സംസ്ഥാനമാണിത്. മതനിരപേക്ഷ അടിത്തറ തകർക്കാൻ പലപ്പോഴും വർഗീയ ശക്തികൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും മതേതരത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രവർത്തിക്കുന്നത്. മതനിരപേക്ഷത എന്നത് ഓരോരുത്തർക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാം, ആരാധനാലയങ്ങളിൽ പോകാം, ഒരു മതത്തിൽ വിശ്വസിക്കാതെയും ആരാധനാലയങ്ങളിൽ പോകാതെയും ഇവിടെ ജീവിക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടന ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ ഈ മതനിരപേക്ഷതയെ തകർക്കാൻ ഇന്ന് അധികാരം കൈവശമുള്ള RSS രാജ്യവ്യാപകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS ആണ് ഇന്ന് കേന്ദ്രഭരണത്തെ നിയന്ത്രിക്കുന്നത്. RSS അവരുടെ ആഭ്യന്തര ശത്രുക്കളായി 3 കൂട്ടരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരും ഇല്ലാത്ത ഒരു ഇന്ത്യ, അതാണ് RSS വിഭാവനം ചെയ്യുന്നത്. അതിന് കേന്ദ്ര ഭരണകൂടത്തെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശക്തമായ ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാന പൂജാരിയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വിവിധ പരിപാടികളിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഇത്
എന്തിനു വേണ്ടിയാണ്? സെക്കുലറിസം അംഗീകരിച്ച ഭരണഘടന നടപ്പാക്കേണ്ടുന്ന പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ സൃഷ്ടിക്കുന്നത് ബോധപൂർവമാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ RSS നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹരിദ്വാറിൽ തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ ഒരു സമ്മേളനം ചേർന്നു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാരിൽ. അവിടെ സന്യാസിമാരാണ് അത് നടത്തിയത്. അതിൽ പങ്കെടുത്ത സന്യാസിമാർ പറഞ്ഞു, BJPയുടെയും RSSന്റെയും നേതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം വിരുദ്ധ വേട്ട നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്ത് നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കരുത് എന്നാണ് ആ സമ്മേളനം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആഹ്വാനം ചെയ്ത സന്യാസിമാർക്കെതിരെ ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചില്ല. നിരവധി അഭിഭാഷകന്മാർ ചേർന്ന് സുപ്രീം കോടതിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നടപടി സ്വീകരിക്കാൻ കോടതി ഇടപെടണമെന്ന്. ക്രിസ്മസ് ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ സംഘടിതമായ ആക്രമണം നടന്നിരിക്കുകയാണ്. ഒരേ ദിവസം ക്രിസ്മസ് നാളിൽ 12 സംസ്ഥാനങ്ങളിലാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടത്. അതിൽ ഹരിയാനയിലെ അംബാലയിൽ കണ്ടോൺമെന്റ് ഏരിയയിലാണ്, പട്ടാളക്കാരുടെ സ്ഥലത്താണ് ഒരു ക്രൈസ്തവ ദേവാലയം ആക്രമിച്ച് തകർത്തത്. അവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുകയുണ്ടായി. പട്ടാളക്കാർ ചുറ്റും കാവൽ നിൽക്കുന്നൊരു സ്ഥലത്ത് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? കർണാടകത്തിൽ ഒരു സ്കൂളിൽ കയറി ആക്രമണം നടത്തുകയും ആ ക്രൈസ്തവ സ്കൂൾ തകർക്കുകയും ചെയ്തു. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഭവം, ക്രൈസ്തവർക്കെതിരായി നടന്ന ഈ സംഭവം ക്രിസ്മസ് ദിനത്തിൽ ആസൂത്രിതമായൊരു സംഭവമാണ്. പോലീസ് നോക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ആ സംഭവത്തെ അപലപിച്ചില്ല. BJP ആ സംഭവത്തെ അപലപിച്ചില്ല. പോപ്പ് തിരുമേനിയെ കാണാൻ പ്രധാനമന്ത്രി വത്തിക്കാനിലേക്ക് പോയി. ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവ പുരോഹിതന്മാരുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുകയും മറുഭാഗത്ത് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ദ്വിമുഖ തന്ത്രമാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. RSSന്റെ പ്രഖ്യാപിതമായ നയം നടപ്പാക്കാനാണ് ഇപ്പോൾ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട പാർട്ടിയായ, പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി RSSന് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നടന്നൊരു റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോണിയാഗാന്ധി ഇരുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ഇന്ത്യ ഹിന്ദുക്കൾ ഭരിക്കണം. ഈ നിലപാട് കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നു. മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ കഴിയുമായിരുന്നു. ഗാനി സൈൽ സിംഗിന് രാഷ്ട്രപതിയാകാൻ കഴിയുമായിരുന്നു. AK ആന്റണിക്ക് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ കഴിയുമായിരുന്നു.
കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ കഴിയുമായിരുന്നോ? ഹിന്ദുക്കൾ ഭരിച്ചാൽ മതി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിപ്പോ പല സംസ്ഥാനത്തും കോൺഗ്രസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെ നിശ്ചയിക്കുമ്പോൾ ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും. എന്നാൽ ആദ്യമായി ആ പതിവ് തെറ്റിച്ച നിലയിലാണ് ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം രൂപം കൊണ്ടിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ ഭാഗമാണ്. ഹിന്ദുക്കൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുക, ഭരണസ്ഥാനങ്ങൾ കൊടുക്കുക. ഇത് തന്നെയാണ് മോഹൻ ഭാഗവതം പറയുന്നത്. മോഹൻ ഭാഗവത് RSSന്റെ തലവൻ ഒരു വർഷം മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് കോൺഗ്രസ് വിമുക്ത ഇന്ത്യ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഉള്ള സംസ്ഥാനത്താണ് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണം. പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തത്. മോഹൻ ഭാഗവത് നൽകിയ സന്ദേശം ഹിന്ദുക്കളുടെ രണ്ടു പാർട്ടി, ഒന്ന് BJPയും മറ്റൊന്ന് കോൺഗ്രസും. ഈ സന്ദേശം നടപ്പാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനോട് കോൺഗ്രസിലുള്ള മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അപകടകരമായ നിലയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇവർക്ക് എങ്ങനെ RSSനെ എതിർക്കാൻ സാധിക്കും? വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. എങ്കിൽ മാത്രമേ വർഗീയതയെ നേരിടാൻ സാധിക്കുകയുള്ളൂ. വർഗീയതയ്ക്ക് പകരം മറ്റൊരു വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെ നേരിടാൻ സാധിക്കുകയില്ല. മുസ്ലിം ജനവിഭാഗങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തീവ്ര നിലപാട് സ്വീകരിച്ചതുകൊണ്ട് RSSനെ നേരിടാൻ സാധിക്കുകയില്ല. ഒരു STPക്കാരനെ കൊന്നു, ഉടനെ RSSകാരനെ കൊന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? രണ്ടു കൂട്ടരും തീക്കളിയാണ് കളിക്കുന്നത്. രണ്ടു കൂട്ടർക്കും ആവശ്യം വർഗീയ ധ്രുവീകരണമാണ്. STPI ഉദ്ദേശിക്കുന്നത് ഇവിടെ മുസ്ലിമുകൾ വർഗീയമായി സംഘടിക്കണം, അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന വികാരം ഉണ്ടാക്കുക. STPയുടെ നേതാവ് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഈ STPI നേതാവ് മരിച്ചപ്പോൾ ഞങ്ങൾ വിലാപയാത്ര നടത്തുകയില്ല, ഞങ്ങൾ ആഹ്ലാദ പ്രകടനമാണ് നടത്തുന്നത്. ഇങ്ങനെ ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗത്തിലെത്തും എന്ന് വികാരമുണ്ടാക്കി ചാവേറുകളെ സൃഷ്ടിക്കുകയാണ് STPI ചെയ്യുന്നത്. ഇതേ നിലയിലുള്ള സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. രണ്ടു കൂട്ടരും ചാവേറുകളെ റിക്രൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒരേ നിലത്തിൽ അതിന്റെ ആളുകൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. ചാഞ്ചല്യമില്ലാതെ ഒരാളെ കൊല്ലാനുള്ള ട്രെയിനിങ് STPI കേന്ദ്രത്തിൽ കൊടുക്കുന്നു, RSSകാരും കൊടുക്കുന്നു. ഈ രണ്ടു കൂട്ടരും സ്വീകരിക്കുന്ന സമീപനം അതാത് ജനവിഭാഗങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന സമീപനമാണ്. ലോകത്ത് ഇസ്ലാമിക മതമൗലികവാദം ശക്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചടക്കിയതോടുകൂടി ഇസ്ലാമിക മതമൗലികവാദ ചിന്താഗതിക്കാർക്ക് ഇന്ത്യയിലും ഒരു പുതിയ ഉത്തേജനം ലഭിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ സംഭവത്തിന് ശേഷം. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ലോകത്തെ മുസ്ലിങ്ങൾ പൊതുവിൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച മുസ്ലിം വിഭാഗമാണ്. ഭരണാധികാരികളും അങ്ങനെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള
മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെയാണ് കൊന്ന് കമ്പിക്കാലിൽ കെട്ടിത്തൂക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ വളർത്തിയത് അമേരിക്കയാണ്, CIA ആണ് വളർത്തിയത്. സൗദി അറേബ്യ, സദ്ദാം ഹുസൈൻ ഒരു മതനിരപേക്ഷ ഭരണാധികാരിയായിരുന്നു. സദ്ദാം ഹുസൈനെതിരെ തീവ്രവാദ ശക്തികളെ വളർത്തിയെടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ലിബിയ ഒരു മതനിരപേക്ഷ ഭരണകൂടമായിരുന്നു, മുസ്ലിം രാജ്യം. അതിനെ അട്ടിമറിച്ച് തീവ്രവാദ ശക്തികളെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നത് അമേരിക്കയാണ്. അൽ ഖ്വയ്ദയെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്തത് അമേരിക്കയാണ്. ലോകത്തുടനീളം തീവ്രവാദ ശക്തികളെ അമേരിക്ക വളർത്തുകയാണ്. അമേരിക്ക തന്നെയാണ് RSSന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിന്നിലും CIA, RSSന്റെ ഹിന്ദു തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം. രണ്ടു കൂട്ടരും വളർത്തിയെടുത്ത് രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനത്തെ വളർത്തി മതനിരപേക്ഷ അടിത്തറ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവിടെയാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ കൊടി, ജനാധിപത്യത്തിന്റെ കൊടി നാം ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ തീവ്രവാദ ശക്തികളെ ജനങ്ങൾ ഒറ്റപ്പെടുത്തണം. ഇന്ന് തീവ്രവാദ പ്രസ്ഥാനത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പോയിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം മുസ്ലിമുകൾ തീവ്രവാദത്തിനെതിരാണ്. ലോകത്തുടനീളം ഉള്ള മുസ്ലിമുകളിൽ തീവ്രവാദത്തിനെതിരായിട്ട് പോരുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. താലിബാനെതിരായി ഏറ്റുമുട്ടി എത്ര മുസ്ലിംകളാണ് മരണപ്പെട്ടത്? ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായി പൊരുതിക്കൊണ്ടാണ് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമുകളെയെല്ലാം തീവ്രവാദികളായി കാണാൻ പാടില്ല. മുസ്ലിമുകൾ, ഇന്ത്യയിലും ഭൂരിപക്ഷം മുസ്ലിമുകൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിമുകൾ തീവ്രവാദത്തിനെതിരാണ്. മതനിരപേക്ഷ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിമുകളിൽ മഹാഭൂരിപക്ഷം. ഒരു ചെറിയ ന്യൂനപക്ഷമാണ് തീവ്രവാദികൾ. എന്നാൽ RSS എല്ലാ മുസ്ലിമുകളെയും തീവ്രവാദികളായി ചിത്രീകരിച്ച് പ്രചാരബലം ചെയ്യുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇന്ന് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദുക്കളും എല്ലാവരുമുള്ള പ്രസ്ഥാനമാണ് CPIM. ഈ പാർട്ടിയിലെ ഓരോരുത്തരെയും പേര് നോക്കി മതപരമായി ചേർന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ അമ്പലപ്പുഴ MLA സലാം STP ബന്ധമുട്ടിയത്. ആരെക്കുറിച്ച് ബന്ധം പറയാമെന്നാണ്? സലാമിനെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയില്ലേ? വിദ്യാർത്ഥിയായ കാലം മുതൽ SFIക്ക് വേണ്ടി പ്രവർത്തിച്ച് വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന, എല്ലാ രംഗത്തും നിറഞ്ഞെന്ന് പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവകാരിയെ STPI എന്ന് മുദ്രകുത്തുക. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നാൽ അവരെ STPI ആക്കുക. എന്നിട്ട് പ്രചരിപ്പിക്കുക STPIക്കാർ CPMൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന കാര്യം RSS മനസ്സിലാക്കണം. RSSന് ഇവിടെ നുഴഞ്ഞു കയറാൻ പറ്റുമോ? CPMലേക്ക് വരുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ, ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഉടനെ എന്ത് മുദ്ര കുത്തുന്നു? അവൻ RSS ആണെന്ന് മുദ്ര കുത്തുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരകരുടെ സാമ്പിൾ. അവരുടെ ഉദ്ദേശം മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കെതിരായിട്ട് തന്നെ ഇങ്ങനെ ചിത്രീകരിക്കുക. ഇത് ആസൂത്രിതമായ പ്രചരണമാണ്. ആളുകളിൽ സംശയമുണ്ടാക്കുക. ഇത്തരം പ്രചരണത്തിൽ ആരും പെട്ടുപോകരുത്. മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള വർഗീയ ശക്തികളുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കണം.
ഞാൻ ഓർക്കുകയാണ്, 50 വർഷം മുമ്പ് ഇതേ ദിവസങ്ങളിലാണ് തലശ്ശേരിയിൽ വർഗീയ ലഹളയുണ്ടായത്. ഡിസംബർ മാസം 28-നാണ് ആ ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. അത് ആസൂത്രണം ചെയ്ത ഒരു കലാപമായിരുന്നു RSS. മേലോട്ട് മടപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ട കലശഘോഷയാത്രയ്ക്ക് നേരെ നൂർജഹാൻ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ചെരിപ്പറിഞ്ഞു എന്നൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. നൂർജഹാൻ ഹോട്ടൽ നടത്തിയിരുന്നത് പാനൂരിലെ ഒരു മുസ്ലിം സഹോദരന്മാരായിരുന്നു. ഇല്ലാക്കഥ പ്രചരിപ്പിച്ചു. അതിന്റെ പേരിൽ ഒരു കലാപം സംഘടിപ്പിച്ചില്ലേ? RSSകാർ നടത്തിയ പ്രചരണമായിരുന്നു. ഹിന്ദു വീടുകളിൽ നിന്ന് തലശ്ശേരി പട്ടണത്തിൽ തലച്ചുമടായിട്ട് വന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന് പ്രചരിപ്പിച്ചു. തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ആക്രമിച്ചു എന്ന് പ്രചരിപ്പിച്ചു. ഈ പ്രചരണം നടത്തി ആളുകളെ ഇളക്കിവിട്ടു. ഈ സമയത്താണ് CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ജീവത്യാഗം ചെയ്തു മതമൈത്രി കാത്തു സൂക്ഷിക്കണം. ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ അന്നത്തെ കൂത്തുപറമ്പ് MLA, ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പാർട്ടി നേതാക്കന്മാർ ഒരു അംബാസഡർ കാറിൽ ചുവന്ന കൊടിയും കെട്ടി വിവിധ പ്രദേശങ്ങളിലേക്ക് പര്യടനം നടത്തി. ആ കാറിൽ നിന്നാണ് ഈ നോട്ടീസ് പ്രചരിപ്പിച്ചത്. ഞാൻ ഇപ്പോഴും ആ നോട്ടീസ് ഓർക്കുകയാണ്. എല്ലാ പ്രദേശത്തും അത് എത്തിയപ്പോൾ പാർട്ടി സഖാക്കൾക്ക് സന്ദേശം ലഭിച്ചു. കലാപത്തിലേക്ക് ഒഴുകിപ്പോകാൻ ആളുകൾ ഈ പ്രചരണം കേട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ടിയുടെ ഇടപെടൽ. പാർട്ടി പ്രവർത്തകന്മാർ കലാപം അമർച്ച വേണ്ടി രംഗത്തിറങ്ങി. അന്നാണ് TC ഉമ്മർ എന്ന് പറയുന്ന ഒരു സഖാവ് ഈ പ്രചരണ സംഘത്തിലുണ്ടായിരുന്നു, കാറിലുണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയന്റെയും മറ്റും നേതൃത്വത്തിലുള്ള ആ സംഘത്തിൽ TC ഉമ്മറെ കണ്ടപ്പോൾ ഇവർ ഹാലിളകി. അവർ പറഞ്ഞു, ഈ കാറിൽ ഒരു മാപ്പിളയുണ്ട്, ആ മാപ്പിളയെ ഇറക്കി വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർട്ടി സംഘം പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ഇറക്കിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ് ഇടപെട്ടു. അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പാർട്ടി സഖാക്കൾ പള്ളിക്ക് മുമ്പിൽ കാവൽ നിന്നു, ക്ഷേത്രങ്ങൾക്ക് കാവൽ നിന്നു, ആരാധനാലയങ്ങൾ സംരക്ഷിച്ചു, വീടുകൾക്ക് മുമ്പിൽ കാവൽ നിന്നു. അങ്ങനെയാണ് മെരുവമ്പായി പള്ളിക്ക് മുമ്പിൽ കാവൽ നിന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ആയിരുന്ന UK കുഞ്ഞിരാമൻ, പഞ്ചായത്ത് ബോർഡ് മെമ്പറായിരുന്ന സഖാവ്, ആരോഗ്യ ദൃഢഗാത്രനായ സഖാവ് UK കുഞ്ഞിരാമനെ RSSകാർ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന സമയം നോക്കി അടിച്ചു കൊല്ലുന്ന ക്രൂരമായ സംഭവം ഉണ്ടായി. തലശ്ശേരി കലാപത്തിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടു. മുസ്ലിം പള്ളികൾ തകർത്തു, മുസ്ലിം വീടുകൾ ആക്രമിക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു. പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടത് CPIM-നാണ്. സഖാവ് UK കുഞ്ഞിരാമന് രക്തം ഒഴുക്കിക്കൊണ്ടാണ് തലശ്ശേരിയിൽ വർഗീയ കലാപം അവർ ചെയ്തത്. എവിടെ കലാപം നടന്നാലും ആ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇത് CPIM-കാർക്ക് ഒരു ബോധമുണ്ട്, കലാപത്തിൽ പങ്കെടുക്കരുത്, കലാപത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങണം. ഈ ബോധം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. പലപ്പോഴും കേരളത്തിൽ ലഹളയുണ്ടാക്കാൻ RSSകാർ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം പരിശ്രമങ്ങൾ ഇവിടെ വിജയിച്ചില്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറയാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ വിജയിക്കാത്തത്. ഇടതുപക്ഷ ഭരണകാലത്ത് ഞങ്ങൾ പൊതുവിൽ പോലീസ് വെടിവെപ്പിനെതിരായി, ജനങ്ങൾക്കെതിരായി പോലീസ് വെടിയുതിർക്കാൻ പാടില്ല നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. VS മന്ത്രിസഭയുടെ കാലത്ത് അവിടെ
താനൂർ തിരൂർ പ്രദേശത്ത് വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാനവിടെ പോയി. ഞാനവിടെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾക്ക് തോക്ക് തന്നിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനാണ്. വർഗീയ കലാപം നടക്കുമ്പോൾ വെടിവെച്ചിട്ടാണെങ്കിലും ആ കലാപത്തെ അവർ ചെയ്യണം. പോലീസ് നോക്കി നിൽക്കരുത്. അത്തരം സന്ദർഭങ്ങളിലാണ് പോലീസ് ഉരുക്കുമുഷ്ടി ഉപയോഗിക്കേണ്ടത്. വർഗീയ കലാപം നടത്താൻ ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും അനുവദിക്കുകയില്ല. അത്തരം കലാപ നീക്കങ്ങളെ അടിച്ചമർത്തുന്നതിന് ചെയ്യും. ഈ ആലപ്പുഴയിൽ സംഭവത്തിന് ആസൂത്രണം ചെയ്ത ആസൂത്രകന്മാരെ പിടികൂടണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ അനുവദിക്കരുത്. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളെ ഒരു കാരണവശാലും ഈ കേരളം വെച്ചുപൊറുപ്പിക്കാൻ പോകുന്നില്ല. ജനങ്ങളെ രംഗത്തിറക്കി ഇത്തരം നീക്കങ്ങളെ നേരിടുക തന്നെ ചെയ്യും. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതമൈത്രി കാത്തു സൂക്ഷിക്കാൻ ജനങ്ങൾക്കാണ് സാധിക്കുക. അതിന് ജനങ്ങളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരായി സമൂഹ മനസ്സാക്ഷി ഉണർത്തണം. മതനിരപേക്ഷ അടിത്തറ തകർന്നു പോയാൽ പിന്നെ കേരളത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. ഇപ്പോൾ നടക്കുന്ന പ്രചരണം എന്താ? ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ ഭക്ഷണ രീതിക്കെതിരായിട്ട് തന്നെ പ്രചാരപരം ചെയ്യുക. ഹലാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധമെന്നല്ലേ? അനുവദനീയമായ ഭക്ഷണം, കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം എന്താണ്? ഹലാൽ ഭക്ഷണം എന്നതിന്റെ അറബി വാക്കിന്റെ മലയാള അർത്ഥം തന്നെ. അത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രചാരപരം ചെയ്യുന്ന രീതി നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള അവസ്ഥ ഈ കേരളത്തിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു കച്ചവട സ്ഥാപനം ആരാണെന്ന് നടത്തും നോക്കി ആ കച്ചവട സ്ഥാപനത്തിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കാൻ കേരളത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നീക്കങ്ങളെ മുളയിൽ തന്നെ നുള്ളിക്കളയണം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിംകൾക്കെതിരായിട്ട് ആക്രമണം നടന്നു, പശുവിന്റെ പേര് പറഞ്ഞു. ഇവിടെ അത് നടന്നില്ല. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കുന്നു, ഇവിടെയും നടക്കുന്നില്ല. ഇവിടെയും നടക്കാത്തത് ഇവിടെ കോൺഗ്രസ് ഉള്ളത് കൊണ്ടല്ല, ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടല്ല, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നുകൊണ്ട്, പിണറായി വിജയന്റെ ഭരണമുള്ളത് കൊണ്ടാണ് നടക്കാത്തത് എന്ന് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് അവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. LDFന്റെ സർക്കാരുള്ളെടുത്തോളം കാലം നമ്മളുടെ കളി കേരളത്തിൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ശക്തമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നാൽ സമീപകാലത്ത് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനം ഇസ്ലാമിക മതമൗലികവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. SDPIയും മറ്റുമുയർത്തുന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണ്. അതാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് കണ്ട മുസ്ലിം ലീഗിന്റെ റാലി. അവിടെ അവർ പ്രസംഗിച്ചില്ലേ, മതമാണ് പ്രശ്നം. ഇതാദ്യമായിട്ടല്ലേ മുസ്ലിം ലീഗ് അങ്ങനെ പറയുന്നത്? ഈ പ്രചാരണം ആരെ സഹായിക്കാനാണ്? മുസ്ലിം ലീഗിന്റെ ഈ പ്രചരണം SDPIയെയാണ് സഹായിക്കുക. ഇത് RSSനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രചരണം ചെന്നെത്താൻ പോകുന്നത്. മുസ്ലിം വിഭാഗത്തിലെ മതസംഘടനകൾ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന, ജിഫ്രി തങ്ങളുടെ സംഘടന, അവർക്ക് പോലും ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനനായ ജിഫ്രി തങ്ങൾക്കെതിരെ വധഭീഷണി ഉയർത്തുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. അവരുടെ ആരാധരായിട്ടുള്ള മത നേതാക്കന്മാരെ പോലും മുസ്ലിം ലീഗിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർ ലീഗിന്റെ നിലപാടിന്റെ കൂടെ നിന്നില്ല. മുസ്ലിം പള്ളികളിൽ ഗവൺമെന്റ് വിരുദ്ധ പ്രചാരബലം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ യോജിച്ചില്ല. അതിന്റെ പേരിലാണ് ഇപ്പോൾ സുന്നി സംഘടനകൾക്കെതിരെ ഇവിടെ കോലാഹലം സൃഷ്ടിക്കുകയും ബഹുമാനായ ജിഫ്രി തങ്ങളെ
വധിക്കുമെന്ന് വരെയുള്ള ആക്രോശം നടത്തുകയും ചെയ്യുന്നു. ഈ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിനെ മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നു. ഇത് അവരുടെ ഇനി ഭരണം കിട്ടില്ല എന്ന് ബോധ്യമായപ്പോൾ എങ്ങനെയെങ്കിലും കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അധികാരത്തിൽ തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന സങ്കുചിതമായ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. മുസ്ലിം ലീഗ് സൃഷ്ടിച്ചു വെച്ച ഈ പ്രചരണമാണ് SDPIക്ക് പ്രോത്സാഹനമായി മാറുന്നത്. അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് SDPI ആക്രമണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. SDPIക്ക് ആക്രമണം നടത്തി കിട്ടാനാണ് RSS ശ്രമിക്കുന്നത്. അതുവഴി മുസ്ലിം വിരുദ്ധ വേട്ട നടത്താം. അതാണ് RSSന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള ഒരു വേദിയായി ആലപ്പുഴയെ തെരഞ്ഞെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ അതിവിടെ വിജയിച്ചില്ല. നാം ജാഗ്രത പാലിക്കണം. എപ്പോഴും ഇത്തരം ശക്തികൾ രംഗത്ത് വരും. അവരെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്തണം. ഈ തീവ്രവാദ രീതിയിൽ പ്രവർത്തിക്കുന്ന RSSനെയും SDPIയെയും ജനങ്ങൾ ഒറ്റപ്പെടുത്തണം. മുസ്ലിമുകൾ തന്നെ മുസ്ലിം തീവ്രവാദത്തെ എതിർക്കണം. ഹിന്ദുക്കൾ തന്നെ ഹിന്ദു തീവ്രവാദത്തെ എതിർക്കണം. അതുവഴിയാണ് ഇവിടെ മതനിരപേക്ഷത പുലരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുമ്പിൽ DYFI ഒരു സന്ദേശം ഉയർത്തുന്നു: മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഈ സെക്കുലർ മാർച്ച് DYFI നടത്തിയിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത യുവസഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യം.